നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്ക്രാച്ചസ് വീഴുകയാണെങ്കിൽ എങ്ങനെ കളയാൻ സാധിക്കും? കാരണം ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പോകുമോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാഷിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വാഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ ഏറ്റവും ലാസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കൂടെ ഒന്ന് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലോട്ട് നമുക്ക് വരാൻ. ചോദിച്ചിരിക്കുന്ന അജയ് അശോകാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വാഷ് ചെയ്യുമ്പോൾ വിൻഷീൽഡ് സ്ക്രാച്ചായി, നൈറ്റ് ഡ്രൈവ് ബുദ്ധിമുട്ടാണ്, വിൻഷീൽഡ് സ്ക്രാച്ച് റിമൂവ് ചെയ്യാൻ പറ്റുമോ? നല്ലൊരു ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു വേറെ രണ്ടുപേരും കൂടി ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ സ്ക്രാച്ചസ് വീഴുന്നത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത്, അതായത് വാഷിങ്ങിൻ്റെ വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ എടുത്ത് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ വാഹനം വാഷ് ചെയ്തതിന് ശേഷം തുടയ്ക്കാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത്, പലരും ഒരൊറ്റ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയൊക്കെ വാഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്റ്റെയിൻസ് എങ്കിലും ഇരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ ക്ലോത്ത് കൊണ്ട് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലോത്തിലോട്ട് ആ സ്റ്റെയിൻ വരും. ഈ സ്റ്റെയിൻ വെച്ച് നമ്മൾ പിന്നെയും ഗ്ലാസ്, അതായത് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ്സോ അല്ലെങ്കിൽ സൈഡിലെ ഗ്ലാസ്സോ ബാക്കിലത്തെ ഗ്ലാസ്സോ ഏതെങ്കിലും ഗ്ലാസ് തുടയ്ക്കും. ആദ്യം നമ്മളൊന്ന് തുടയ്ക്കും, ഇതാകത്തില്ല. പക്ഷേ കാലക്രമേണ പതുക്കെ ഈ പൊടിയും ഇങ്ങനത്തെ സ്റ്റെയിൻസും ഒക്കെ പിടിച്ചിരുന്ന് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ചെറിയ രീതിക്ക് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതല്ലാതെ നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് പ്രോപ്പറായിട്ടുള്ള സമയത്ത് റീപ്ലേസ് ചെയ്തില്ലെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വാഹനത്തിൽ കണ്ടമാനം പൊടിയുള്ള സമയത്ത് വെറുതെ വൈപ്പർ ബ്ലേഡ് ഇടുകയാണെന്നുണ്ടെങ്കിലോ, അതായത് വാട്ടർ യൂസ് ചെയ്യാതെ നമ്മൾ വൈപ്പർ ബ്ലേഡ് യൂസ് ചെയ്താലും ഒക്കെ ഈ പറഞ്ഞ സ്ക്രാച്ചസ് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയും കുറച്ചൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് ഞാൻ പറയും. വേറെ ഒന്നും കൊണ്ടല്ല, ഗ്ലാസ് പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഗ്ലാസ് പോളിഷ് ചെയ്യാൻ സാധിക്കും, ഗ്ലാസ് കട്ട് ചെയ്യാൻ സാധിക്കും. അത് കട്ട് ചെയ്യാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2000-ൻ്റെയൊക്കെ വാട്ടർ പേപ്പർ യൂസ് ചെയ്ത്, അത് യൂസ്ഡ് വാട്ടർ പേപ്പർ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പുതിയൊരു ഫ്രഷ് വാട്ടർ പേപ്പർ മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അത് യൂസ് ചെയ്ത് ഏകദേശം അതിൻ്റെ പരിപ്പിളകിയ ടൈപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് വെള്ളം കൂട്ടി ഒന്ന് റബ്ബ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് ഒന്ന് പോളിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല കിട്ടുക്കനായിട്ടിരുന്നോളും. പക്ഷേ നല്ല ഹാർഡായിട്ട് വന്നിരിക്കുന്ന സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും പോകത്തില്ല. പക്ഷേ ഈ ഗ്ലാസ് പോളിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ കൊണ്ടൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻ കേസ് ഈ കാര്യം ചെയ്തിട്ട് ശരിയായില്ല, ഫെയിലായിപ്പോയി, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യം, വാഹനത്തിൻ്റെ വാല്യൂ, അതായത് റീസെയിൽ വാല്യൂ നഷ്ടപ്പെടത്തില്ലേ? 100% നമ്മുടെ ഒരു വിൻഷീൽഡ് ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നതാണ്, അതായത് റീസെയിൽ വാല്യൂ നഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾക്ക് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ ഏത് സർവീസ് സെൻറ്ററിലാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഈ പറയുന്ന ഒരു ക്ലെയിമായിട്ട് ചെയ്യുന്നത്, അവിടെ നമ്മൾ അവരോട് മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണം നമ്മുടെ റിമാർക്സിൽ. അതായത് നമ്മളൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു ഹിസ്റ്ററിയാണ് ക്രിയേറ്റ് ആവുന്നത്. ആ ഒരു ഹിസ്റ്ററി ശരിക്കും അതിനകത്ത് റിമാർക്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് കൊടുക്കണം, ഡ്യൂ ടു സ്ക്രാച്ച് ഓൺ വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ്ഡ് എന്ന് പറയും. കാരണം അത് വ്യക്തമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വാഹനം മേടിക്കാൻ വരുന്ന ഒരാൾ ഈ ഹിസ്റ്ററി നോക്കിയാലും അവർക്ക് മനസ്സിലാവും ഇന്ന കാരണം കൊണ്ടാണ് നമ്മളത് റീപ്ലേസ് ചെയ്തത്. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് മാറിപ്പോവും, പക്ഷേ ഇതിൻ്റെ റിമാർക്സോ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. അങ്ങനെ റിമാർക്സ് കാണിക്കാതെ വരുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പല കാരണങ്ങൾ കൊണ്ട് ഈ ഗ്ലാസ് പൊട്ടാം. ഒന്നെങ്കിൽ വാഹനത്തിന് നല്ലൊരു ഇടി കിട്ടിയിട്ടായിരിക്കും പൊട്ടിയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീണ് പൊട്ടിയതാകാം. ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നൊരു രീതി അവിടെ അഡോപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ കാര്യങ്ങളൊന്നും ഇത് വലിയ രീതിക്ക് ബാധിക്കുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനൊരു സംശയം വേണ്ട, ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്.